മാണിയൂർ ഉസ്താദ് അനുസ്മരണ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പ്രമുഖ പണ്ഡിതനും സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗവും സൂഫിവര്യനുമായിരുന്ന അന്തരിച്ച മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. തട്ടമ്മൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടിയിൽ മദ്രസ സദർ ഹംസക്കുട്ടി സുൽത്താനി അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് അബ്ദുൽ സലാം സക്കാഫി ഉദ്ഘാടനം നിർവഹിച്ചു. നാം മനസ്സിലാക്കണം, ആരെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോ എന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന ആ ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള സമീപനം നമ്മൾ ഒഴിവാക്കണം. പരാതി കിട്ടിയാൽ ഉടനെ തന്നെ പരിശോധിക്കണം. നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം, അവരെ വളർത്തണം. അതിനുവേണ്ടി നമ്മൾ നന്നാവണം. വിശുദ്ധ ഖുർആൻ ഓതുന്ന വീടുകളിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന വീടായിരിക്കണം, കൃത്യമായി നിസ്കരിക്കുന്ന വീടായിരിക്കണം, ദാനധർമ്മങ്ങൾ നടത്തുന്ന വീടായിരിക്കണം. ആലിമീങ്ങളായ മറ്റു പുണ്യമാക്കപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ കുറ്റം പറയാത്ത വീടുകളായിരിക്കണം. നമ്മൾ ഉസ്താദുമാരെ കുറിച്ച്, മുതിർന്നവരായ ആളുകളെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, നമ്മുടെ കുട്ടുകുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ മക്കളെ മുമ്പിൽ വെച്ച് ആദരവ് കാണിക്കേണ്ട ആളുകളോടുള്ള മതിപ്പ് കുറക്കുന്ന സംസാരങ്ങൾ, അത് കുടുംബക്കാരാവട്ടെ, അത് നാട്ടുകാരാവട്ടെ, അയൽക്കാരാവട്ടെ, നമ്മുടെ നീതി പ്രവർത്തകന്മാരാവട്ടെ, ആരാണെങ്കിലും ശരി, മതിപ്പ് കുറക്കുന്ന വർത്തമാനങ്ങൾ വീടുകളിൽ നിന്ന് മക്കളെ കേൾക്കാൻ നമ്മൾ പറയരുത്, അല്ലെങ്കിൽ പറയാൻ പാടില്ല. അതുപോലെ തന്നെ മഹല്ലത്തിന്റെ ഐക്യം തകർക്കുന്നതായ ഒരു പ്രവർത്തനം വാക്കു തമ്മിൽ ഉണ്ടായിക്കൂടാ. കൊലപാതകത്തെക്കാളും ഭയങ്കര തെറ്റുള്ളതാണ്, ഗൗരവമേറിയതാണ് ഫിത്ന. ജനങ്ങൾ നല്ല രൂപത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാദിനൂർ അക്കാദമി പ്രസിഡന്റ് അഹമ്മദ് പോത്താങ്കണ്ടം അനുസ്മരണ പ്രഭാഷണം നടത്തി. സുഹൈബ് അസദി, TP മുസ്തഫ, MDP മുഹമ്മദ് കുഞ്ഞി, VV മുഹമ്മദ് കുഞ്ഞി, MB ഹബീബ്, അബ്ദുൽ സത്താർ മൗലവി, PV അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.